ജീവിത സമ്മർദ്ദം രോഗങ്ങൾക്ക് നിദാനം. 55 സങ്കീർത്തനം 1 മുതൽ 23 വരെ. ധ്യാനത്തിനായിട്ട് 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ജീവിത സമ്മർദ്ദം എല്ലാ രോഗങ്ങൾക്കും നിദാനം എന്ന ശീർഷകത്തിൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ലേഖനകർത്താവായ ഡോക്ടർ ചാൾസ് സെലൈ പ്രമുഖനായ ഒരു വൈദ്യശാസ്ത്ര ഗവേഷകനാണ്. ജീവിത പ്രശ്നങ്ങളുടെ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ രാസപരമായ സമനില തെറ്റുന്നതാണ് രോഗനിമിത്തമെന്നത്രേ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ശരീരത്തിൻ്റെ ഉള്ളിലെ രാസപരമായ സമനിലയെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും 3 ചെറിയ ഗ്രന്ഥികളാണെന്ന് അദ്ദേഹം പറയുന്നു. അവ തലച്ചോറിൻ്റെ ചുവട്ടിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡും കിഡ്നിയോടനുബന്ധിച്ചുള്ള 2 അഡ്രീനൽ ഗ്ലാൻഡും. ഈ 3 ഗ്ലാൻഡും കൂടി 1 ഔൺസിൻ്റെ 1/3 മാത്രമേ ഉള്ളൂ. ശരീരത്തിനേൽക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഗ്രന്ഥികളാണത്രേ. രോഗബീജങ്ങൾ ശരീരത്തെ ആക്രമിക്കുമ്പോൾ ഈ ഗ്രന്ഥികൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് അവയെ ചെറുക്കുന്നു. ഒരു മുറിവുണ്ടായാൽ രക്തം കട്ടിപിടിക്കാനും കൂടുതൽ രക്തവാർച്ച ഉണ്ടാകാതിരിക്കാൻ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഈ ഗ്രന്ഥികൾ സഹായിക്കുന്നു. ഏതൊരു സമ്മർദ്ദത്തെയും എതിർത്ത് ശരീരത്തെ രക്ഷിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. എന്നാൽ ആധുനിക ജീവിതത്തിൻ്റെയും മനക്ലേശ പാരവശ്യങ്ങളുടെയും നിരന്തരമായ സമ്മർദ്ദത്തോട് പടപെട്ടിക്കൊണ്ടിരിക്കുന്ന പ്രസ്തുത ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമോണുകൾ ശരീരത്തിൻ്റെ രാസപരമായ സമീകരണത്തിന് അപര്യാപ്തമായി തീരുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രക്രിയയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. രക്തധമനികളുടെ ഭിത്തിക്ക് കട്ടി കൂടുന്നു. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. ഫലമോ സന്ധികൾക്കുണ്ടാകുന്ന വേദനയും ഹൃദ്രോഗവും സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. ചെവിക്കും തൊണ്ടയ്ക്കും മുകളിൽ മൂക്കിലും ഉണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്കായി തൻ്റെ അടുക്കൽ വരുന്ന രോഗികളിൽ 1/3 പങ്ക് ആളുകളും ശാരീരികമായ കാരണങ്ങൾ കൊണ്ടല്ല, മറ്റുള്ളവരോടുള്ള വിദ്വേഷം, ആദി തുടങ്ങിയ മാനസിക സംഘടനകൾ കൊണ്ട് രോഗം ബാധിച്ചവരാണെന്ന് ഒരു വിദഗ്ധ ഡോക്ടർ ഒരിക്കൽ പറയുകയുണ്ടായി. കൂടെ ജലദോഷപ്പനി പിടിച്ച് തന്നെ സമീപിക്കാറുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ രസകരമായ ഒരു രഹസ്യം പ്രസ്തുത ഡോക്ടർ കണ്ടുപിടിച്ചു. ഓരോ പ്രാവശ്യവും ജലദോഷം ഉണ്ടാകുന്നത് ഭാര്യയുമായി ആ മനുഷ്യൻ വഴക്ക് പിടിക്കുമ്പോഴായിരുന്നു അത്രേ. എല്ലാവരെ സംബന്ധിച്ചും ഇത് വാസ്തവമായിരിക്കാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. പക്ഷേ ഇതൊരു ശാസ്ത്രീയ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. തലചുറ്റുണ്ടാക്കുക, ചെവി ചൂളം പാടുക, താൽക്കാലികമായി കേൾവിക്കുറവുണ്ടാവുക, ഇങ്ങനെ പലതും മാനസിക സമ്മർദ്ദങ്ങളുടെ ഫലമായി ഉണ്ടാകാവുന്നതാണെന്ന് ഗവേഷണ കുതുകിയായ പ്രസ്തുത ഭിഷഗ്വരൻ അവകാശപ്പെടുന്നു. ഏതായാലും നമ്മുടെ വികലമായ ചിന്തയുടെയും ആദിയുടെയും നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്തയുടെയും സമ്മർദ്ദത്തെ ശരീരത്തിന് താങ്ങാനാവാതെ വരുമ്പോൾ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ മിക്ക രോഗങ്ങളുടെയും നിവാരണത്തിന് ശരീര മനസ്സുകളുടെ സമ്മർദ്ദം കുറച്ച് ക്രമീകരിക്കുകയാണ് വേണ്ടതെന്ന് വരുന്നു. ദൈവവിശ്വാസം ഒരു ചികിത്സാ പദ്ധതിയായി തീർക്കുകയാണെങ്കിൽ പല രോഗങ്ങളും മാറി നല്ല ആരോഗ്യം സിദ്ധിക്കുമെന്ന് പ്രസിദ്ധനായ മറ്റൊരു ഭിഷഗ്വരൻ പറയുന്നു. ദൈവത്തെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കണം. അനേകം ആചാര പദ്ധതികൾ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ ചട്ടക്കൂടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീതിശാസ്ത്രങ്ങൾക്കും വേദശാസ്ത്രങ്ങൾക്കും ആചാര പദ്ധതികൾക്കും ആധുനിക ശാസ്ത്രത്തിനും ഉപരി പ്രവർത്തിക്കുന്ന ദൈവത്തെ സാധാരണ ജീവിതത്തിൽ അനുഭവമാക്കുന്ന മതമാണിന്നാവശ്യം. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പോവഴി അതുമാത്രമേ ഉള്ളൂ. ഓർക്കണമേ, ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ യഥാർത്ഥ സന്തോഷവുമുണ്ട്. സദൃശവാക്യം 15:18. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.